മൈൻഡ്ഫുൾനെസ് ഓഫ് എമോഷൻസ് ആൻഡ് തോട്ട്സ്. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ ഡെമോ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു 5 minutes എടുക്കും. ഈ മെഡിറ്റേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ആൻഡ് ഇപ്പോഴുള്ള മൈൻഡിൻ്റെ സ്റ്റേറ്റും ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് അപർണ തന്നെ വിലയിരുത്തും. ഓക്കെ, റൈറ്റ്. അപ്പോൾ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പോൾ കുറച്ച് നമുക്ക് ഒരു ബാലൻസ്ഡ് ബോഡിയും ഒരു എനർജറ്റിക് ഫീലിംഗും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ എൻ്റെ ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഫോളോ ചെയ്യാം. യു ആർ ഗോയിങ് ടു എംപ്റ്റിങ് ദി മൈൻഡ്. അതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിനെ ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാൻ പരിശീലിപ്പിക്കുന്നു. ഓരോ ശബ്ദത്തിലേക്കും ശ്രദ്ധ നൽകൂ. പതിയെ ശ്രദ്ധ ശബ്ദത്തിൽ നിന്ന് ശ്വാസത്തിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ശ്വാസത്തിലാണ്. ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് പൂർണ്ണമായും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുന്നു. അകത്തേക്ക് പോകുന്ന ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസം. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ഇൻ ബ്രീത്ത് എന്ന് മനസ്സിൽ പറയൂ. പുറത്തേക്ക് ശ്വാസം വരുമ്പോൾ ഔട്ട് ബ്രീത്ത് എന്ന് മനസ്സിൽ പറയൂ. ഇൻ, ഔട്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുവാൻ പരിശീലിപ്പിക്കുന്നു. യുവർ അറ്റൻഷൻ ഈസ് ഓൺ യുവർ ബ്രീത്തിങ്. പതിയെ ശ്രദ്ധ ശ്വാസത്തിൽ നിന്ന് ബോഡി സെൻസേഷൻസിലേക്ക് കൊണ്ടുവരൂ. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, പ്രഷർ, ടൈറ്റ്നെസ്, ഇതിലാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ. ഇടത്തെ കാൽപാദത്തിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഇടത്തെ കാൽപാദത്തിലാണ്. റിലാക്സ്. ഇടത്തെ കാൽപാദം റിലാക്സ് ആവട്ടെ. ഇടത്തെ കാൽമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ തുടഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഹിപ്പ് ഏരിയ, ഇടത്തെ ഹിപ്പ് ഏരിയയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ. റിലാക്സ്. ഇടത്തെ കാലിപ്പോൾ പൂർണ്ണമായും റിലാക്സായി. പതിയെ ശ്രദ്ധ വലത്തെ കാൽപാദത്തിലേക്ക് കൊണ്ടുവരൂ. വലത്തെ കാൽപാദം റിലാക്സ് ആവട്ടെ. വലത്തെ കാൽമുട്ടിലാണ് ഇപ്പോൾ ശ്രദ്ധ. റിലാക്സ്. വലത്തെ തുടഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ ഹിപ്പേരിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ കാലിപ്പോൾ പൂർണ്ണമായും റിലാക്സായി. സ്റ്റൊമക്ക് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും സ്റ്റൊമക്ക് ഏരിയയിലാണ്, ഉദരഭാഗത്ത്. റിലാക്സ്. ചെസ്റ്റ് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ കൈയിലേക്ക് ശ്രദ്ധ നൽകൂ. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ പൂർണ്ണമായും ഇടത്തെ കൈയിലാണ്. റിലാക്സ്. വലത്തെ കൈയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ത്രോട്ട് ആൻഡ് നെക്ക് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. മുഖത്തെ പേശികളെല്ലാം റിലാക്സ് ആവട്ടെ. റിലാക്സ് യുവർ ജോസ്. Relax your mouth. Relax your eyes. Relax your nose. Relax your ears.
റിലാക്സ് യുവർ ഫോർ ഹെഡ്, നെറ്റി ഭാഗം. റിലാക്സ് യുവർ ഹെഡ്. നിങ്ങളുടെ ശരീരം ഇപ്പോൾ പൂർണ്ണമായും റിലാക്സായി. ഇപ്പോൾ എന്ത് ഫീലിംഗ് ടോണാണ് നിങ്ങളുടെ ശരീരത്തിലുള്ള നോക്കൂ. പ്ലസൻ്റ് ആണോ, അൺപ്ലസൻ്റ് ആണോ, ന്യൂട്രൽ ആണോ നോക്കൂ. തണുത്ത കാറ്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. ഇഷ്ടപ്പെടാത്ത സൗണ്ടാണെങ്കിൽ അൺപ്ലസൻറ്റ്. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം എന്ത് ഫീലിംഗ് ടോണാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ. പ്ലസൻറ്റ്, അൺപ്ലസൻറ്റ് ഓർ ന്യൂട്രൽ. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മനസ്സിലെ ഉണ്ടാവുന്ന ഇമോഷൻസിലേക്ക് നോക്കൂ. ആഗ്രഹമുള്ള മനസ്സാണോ, വാണ്ടറിങ് മൈൻഡാണോ, ഹാപ്പി മൈൻഡാണോ, സോറോ മൈൻഡാണോ, എന്താണ് ഇപ്പോഴത്തെ മനസ്സിൻ്റെ അവസ്ഥ നോക്കൂ. യു ക്യാൻ ലേബൽ യുവർ ഇമോഷൻ റൈറ്റ് നൗ. I am experiencing frustration. I am experiencing happiness. Mindfulness of emotions. You are observing your emotion with your mind. Mindfulness of thoughts. ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ നൽകൂ. നിങ്ങളുടെ ഓരോ ചിന്തയും നിങ്ങൾ അനലൈസ് ചെയ്യൂ. ആ ചിന്തയുടെ കണ്ടന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ നൽകൂ. ഇപ്പോൾ ഈ ചിന്ത ഇവിടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കൂ. ലെറ്റ് ഗോ ഓഫ് ഓൾ തോട്ട്സ്. നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു ചിന്തകളും നിങ്ങൾ മനസ്സിലേക്ക് വരുന്നതല്ല. ഓരോ ചിന്തയും നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ ചിന്ത ഇപ്പോൾ ഇവിടെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിൽ പറയാം. ചിന്തകളൊന്നും സത്യമല്ല. പതിയെ ചിന്തയിൽ നിന്ന് ശ്വാസത്തിലേക്ക് ശ്രദ്ധ നൽകൂ. അകത്തേക്ക് പോകുന്ന ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസം. നിങ്ങളുടെ അറ്റൻഷൻ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് മാറ്റുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തത, സന്തോഷമായ മനസ്സിൻ്റെ അവസ്ഥ തിരിച്ചറിയൂ. You are experiencing happiness, mindfulness, meditation. പതിയെ കണ്ണു തുറക്കൂ. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു സാർ. ഒരു ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഭാരം കൂടുന്ന പോലെ തോന്നും. എന്നിട്ട് റിലാക്സ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ അങ്ങ് ആ ഭാരം അങ്ങ് പോയി. അപ്പൊ അങ്ങനെ ബോഡി സ്കാൻ ബോഡി സ്കാൻ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഓരോ ബോഡിയിലെ പെയിന് പോയില്ലേ. അതെ അതെ. ഇപ്പൊ വന്നതിനേക്കാൾ കുറച്ചും കൂടെ പ്ലസന്റ് ആയിട്ടാണ് ആ പറഞ്ഞ പോണത്. മനസ്സിലായോ? നിങ്ങള് ഫേസിലുള്ള ചേഞ്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇവിടെ ഇന്റർവ്യൂവിന്റെ കാര്യം ടൈം ആലോചിച്ച് എന്തൊക്കെ ചോദിക്കുന്നുള്ള സ്ട്രെസ് നമുക്ക് മുഴുവൻ പോയി. അതെ അതെ. ആദ്യം ചെയ്തിരുന്നെങ്കിൽ അല്ലേ? അതെ, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. നമുക്ക് ആദ്യം ഒരു മെഡിറ്റേഷൻ കൊടുത്ത് നമുക്ക് ചെയ്യാം.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഉണ്ട്, അതെ. മനസ്സിലായോ? അവർക്കും ആ ഈ കൂട്ടത്തിൽ തന്നെ ട്രൈ ചെയ്ത് പോകാവുന്നതാണ്. റിലാക്സ് ആയിട്ടുണ്ടാവും, ആ ബോഡി പെയിൻ കുറഞ്ഞിട്ടുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. മനസ്സിലായി. നമ്മൾ ഈ ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ബോഡി പെയിനും അതിന്റെ ഒരു ഇമോഷണൽ സ്ട്രെസ്സും ആണ് നമ്മൾ വീട്ടിൽ കാണിക്കുന്നത്. ആ, ഇത് നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് സ്വയം പ്രാക്ടീസ് ചെയ്ത് പോകാം. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ടി വിയിലേക്ക് കണക്ട് ചെയ്യാം. എന്റെ യൂട്യൂബ് ചാനൽ, അത് ആ മെഡിറ്റേഷൻ നിങ്ങൾ വെറുതെ കണ്ടാൽ മതി. അതെ, നിങ്ങൾ കണ്ണടച്ച് ചെയ്യണമെന്നില്ല. ചുമ്മാ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബ്രെയിൻ്റെ സ്ട്രക്ചർ മാറും. നമ്മളിപ്പോ ഈ ഗോസ്റ്റ് മൂവീസ് കണ്ടിട്ട് നമ്മൾ ഭയപ്പെടുന്നുണ്ടല്ലോ, അതേപോലെ ഹാപ്പിനെസ് വീഡിയോസ് കണ്ട് നമുക്ക് ഹാപ്പി ആവാം. അതെ, തീർച്ചയായും. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നല്ല കോമഡി ഇതാണ് കാണുന്നത്. പക്ഷെ ഇന്നത് അവൈലബിലിറ്റി കുറഞ്ഞു പോയി. കുറഞ്ഞു. അതെ അതെ.